നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണല്ലോ കടന്നു പോകുന്നത്. ഇതിനിടയിൽ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കണ്ട പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കേരളത്തിൽ CAA നടപ്പിലാക്കാൻ വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുടങ്ങിയിരിക്കുന്നു പിണറായി സർക്കാർ എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ പലതരത്തിൽ വരുന്നത് കാണാൻ കഴിഞ്ഞു. കാരണം ഇവിടെ ഈ നിയമം ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രി നിൽക്കുമ്പോഴാണ് ഈ നിയമം ഇവിടെ നടപ്പിലാക്കുമെന്നും അതിനുള്ള ക്യാമ്പുകൾ വരെ തുടങ്ങിയെന്നും വ്യാജ പ്രചരണം വരുന്നത്. ആ വ്യാജ പ്രചരണങ്ങൾക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനടക്കം നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കതിൻ്റെ വസ്തുതകളൊന്ന് പരിശോധിക്കണം. കാരണം കൊട്ടിയത്ത്, അതായത് കൊല്ലം കൊട്ടിയത്താണ് ഈ ക്യാമ്പ് തുടങ്ങിയതെന്ന രീതിയിലാണ് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് വലിയ തോതിൽ പ്രചരണം തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ കൊട്ടിയത്ത് എന്താണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. യഥാർത്ഥത്തിൽ കൊട്ടിയത്ത് പ്രവർത്തിക്കുന്നത് ഒരു ട്രാൻസിറ്റ് സെൻ്ററാണ്. രാജ്കുമാറുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം കൊട്ടിയത്ത് നിന്ന്. ഇവർ ഈ പറയുന്ന കോൺസെൻട്രേഷൻ സെൻ്ററാണെന്ന് പറയുന്ന അതേ സ്ഥലത്ത് നിന്നാണ് രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുന്നത്. രാജ്കുമാർ, വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം BJP ഹാൻഡിലുകൾ അല്ലെങ്കിൽ ഈ സംഘപരിവാർ ഹാൻഡിലുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ്. സംസ്ഥാനത്ത് CAA നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു, അതിൻ്റെ പേരിൽ ക്യാമ്പ് വരെ ആരംഭിച്ചുവെന്ന്. യഥാർത്ഥത്തിൽ കൊല്ലം കൊട്ടിയത്തുള്ള ഈ സെൻറ്റർ എന്താണ്? സുരേന്ദ്രൻ്റെ വാക്കുകൾ കടമെടുത്താൽ, അല്ലെങ്കിൽ സുരേന്ദ്രൻ പറയുന്നത് തടങ്കൽ പാളയം എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇത് കണ്ടോ, ഇതാണ് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാൻസിറ്റ് ഹോം. ഇത് 2012, ഇനി അതൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതാണ്. ഞാൻ അതും കൂടി ആ കെട്ടിടം ആദ്യം ഒന്ന് കാണിക്കണമല്ലോ ജനങ്ങളെ. ഇത് മുമ്പ് നമ്മൾ സ്റ്റോറി ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ആ കെട്ടിടം. ഇത് വാടക കെട്ടിടമാണ്. ഇത് ട്രാൻസിറ്റ് ഹോം. ഇവിടെ വിദേശത്തുള്ള പൗരന്മാർ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ വിസ നിയമം ലംഘിക്കുകയോ അല്ലെങ്കിൽ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് നിന്ന് വിട്ടു പോകാതിരിക്കുന്ന ആളുകൾ, അത്തരക്കാർക്ക് നിയമപരമായ ഒരുപാട് നടപടികൾ ഉണ്ടാകും. ആ നടപടികൾ പൂർത്തീകരിക്കുന്നത് വരെ അവരെ സുരക്ഷിതമായി പാർപ്പിക്കാനുള്ള ഒരു സ്ഥലമാണ് ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ UPA സർക്കാരിൻ്റെ കാലത്ത്, അതായത് 2012 UPA സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായി നിർദ്ദേശം വരുന്നു ഇത് ട്രാൻസിറ്റ് ഹോമുകൾ തുടങ്ങണമെന്ന്. അന്ന് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ. ഇവരിതിൻ്റെ നടപടികൾ 2015 തുടങ്ങി വെച്ചു. 2016 പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. അവരും ഇതിൻ്റെ നടപടികളിലുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ തൃശ്ശൂരിൽ ഇത് ആരംഭിക്കുന്നു. തൃശ്ശൂരിൽ ആരംഭിച്ച ട്രാൻസിറ്റ് ഹോം പിന്നീടാണ് 2022 അല്ലെങ്കിൽ 2021 സംശയം, 2021 ഡിസംബർ 22 ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് ഇത് തുറന്നു കൊടുത്തത്. ഇപ്പോഴും ഇതിനകത്ത് വിദേശ പൗരന്മാർ അവരെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ഇതാണ് K. സുരേന്ദ്രൻ പറയുന്ന തടങ്കൽ പാളയം. ഇങ്ങനെയൊക്കെ പെരുന്നുണ അടിച്ചുവിടുന്ന സംഘപരിവാറിനുള്ള ഒരു മറുപടികളാണ് ഇതൊക്കെ. കേരളത്തിൽ ഇങ്ങനെയുള്ള സെൻറ്ററുകൾ വേണമെന്നുള്ളത് ഹൈക്കോടതി നിർദ്ദേശം കൂടിയാണ്. നൈജീരിയൻ പൗരന്മാർ തങ്ങളെ അല്ലാതെ തങ്ങളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നു. തങ്ങൾ വിദേശ പൗരന്മാരാണ്, ഞങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി 2 നൈജീരിയൻ സ്വദേശികൾ ഹൈക്കോടതിയെ സമീപിച്ചു. സമീപിച്ചപ്പോൾ അങ്ങനെ ഹൈക്കോടതിയാണ് ഇത്തരത്തിലുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ, ട്രാൻസിറ്റ് ഹോമുകൾ തുടങ്ങണമെന്ന നിർദ്ദേശം നൽകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അങ്ങനെ തുടങ്ങിയ ഒരു ട്രാൻസിറ്റ് സെൻറ്ററിൽ ഇതിൽ സെക്യൂരിറ്റി ചീഫുകളുണ്ട്, ഇവിടെ ഹോം മാനേജറുണ്ട്, ഈ കുക്ക് ചെയ്യാനുള്ള ആളുകളുണ്ട്, ഗേറ്റ് കീപ്പർമാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു ജയിലാണെന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഉള്ളവരൊന്നും പ്രതികളല്ല. പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശത്തുള്ള പൗരന്മാർ അവരേതെങ്കിലും തരത്തിൽ വിസ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുക, അല്ലെങ്കിൽ അത്തരക്കാരെ മാത്രമാണ് ഇവിടെ പാർപ്പിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ളവരെ താമസിപ്പിക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻറ്ററോ അല്ല ഇത്. പ്രത്യേകിച്ച് CAA എന്ന് പറയുന്ന ആ പൗരത്വ നിയമം, ആ പൗരത്വ നിയമത്തിൽ പറയുന്ന ആളുകളും അല്ല ഇവിടെ താമസിക്കുന്നത്. ഇതൊക്കെയാണ് വസ്തുത എന്ന് ഇരിക്കുകയാണ് ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുപോലെ പച്ചക്കള്ളം, കേട്ടാൽ നാണിച്ചു പോകുന്ന പച്ചക്കള്ളം തട്ടിവിട്ടത്. ആ തട്ടിവിട്ടതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ കൊട്ടിയത്തെ ട്രാൻസിറ്റ് സെൻറ്റർ. മനു. ഓക്കെ രാജ്കുമാർ, താങ്ക് യു. കാരണം ഈ കാലത്തിന് ആവശ്യമായൊരു വാർത്ത കൂടിയാണ് രാജ്കുമാർ നമുക്ക് നൽകിയത്. കാരണം എത്രമാത്രം നുണപ്രചരണമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടിരുന്നത് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ട്രാൻസിറ്റ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്,
ഇപ്പോൾ രാജ്കുമാർ പറഞ്ഞതുപോലെ ഈ പറയുന്ന വിദേശികളായ പൗരന്മാർ അവർക്ക് വിസ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ കുടുങ്ങിയൊക്കെ അവർക്ക് ഇവരെ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ പാർപ്പിക്കാനുള്ള ഒരു കെട്ടിടമാണത്. UPA സർക്കാരിൻ്റെ കാലത്ത് വന്ന നിർദ്ദേശങ്ങളെ തുടർന്നാണ് അത്തരത്തിലൊരു കെട്ടിടം ഉണ്ടാകുന്നത്. പിന്നീട് ഹൈക്കോടതിയിലടക്കമാക്കി അതുമായി ബന്ധപ്പെട്ട കേസുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജ്കുമാർ പറഞ്ഞതുപോലെ അതിൻ്റെയൊക്കെ തുടർച്ചയിൽ വന്ന ഒരു സംവിധാനം, അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. CAA നടപ്പിലാക്കി കഴിഞ്ഞാൽ പൗരത്വമില്ലാതെ പോകുന്ന മനുഷ്യരെ അവിടെ ജയിലിൽ പോലെ ഇടുന്നത് പോലെ പാർപ്പിക്കും എന്നൊക്കെ പറയുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധതയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കേരള വിരുദ്ധതയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഏതായാലും ഇത്തരത്തിലുള്ള കള്ളവാർത്തകൾ പൊളിഞ്ഞു വീഴുന്നത് ഏറെ സന്തോഷകരമാണ്. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് ഈ പെരും കള്ളം, പച്ചക്കള്ളം പൊളിച്ചുകൊണ്ട് ഈ വാർത്ത നമ്മുടെ മുൻപിലേക്ക് നൽകിയത്. താങ്ക് യു രാജ്കുമാർ.